ഫിലിപ്പിയർ 2:10 അവിടെ പറയുന്നുണ്ട്, ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എല്ലാ നാവുകളും ഏറ്റു പറഞ്ഞതിനും വേണ്ടിയാണ്. നമ്മൾ വായിച്ചു, ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ദൈവം എന്തോ ചെയ്തിട്ടുണ്ട്. ദൈവം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, യേശു ദൈവമായിരുന്നിട്ട് ആ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ ആകൃതിയിൽ കാണപ്പെട്ട് മനുഷ്യന് വേണ്ടി അവൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അവന് വേണ്ടി പകരക്കാരനായി ആ കുരിശ് മരണത്തിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് ദൈവം അവനൊരു നാമം കൊടുത്തു. ആകയാൽ 9 പറയുന്നു, ആകയാൽ ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ അവൻ എല്ലാ നാമത്തിനേക്കാളും ഉപരിയായ നാമം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും 1000 വർഷങ്ങൾ ജീവിച്ചിട്ടുള്ള ഏറ്റവും വിശുദ്ധരായ മനുഷ്യരും എല്ലാ നാമങ്ങളെക്കാളും ഉപരിയായ നാമം ദൈവം യേശുവിന് കൊടുത്തു എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ഇത് ആ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് തൻ്റെ നാവ് കൊണ്ട് ഏറ്റു പറയുന്നതിനും വേണ്ടിയാണ്. ഇത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. ഈ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സകലരും മുട്ടുകൾ മടക്കണം. അവരുടെ നാവ് കൊണ്ട് ഏറ്റു പറയണം, യേശു മാത്രം കർത്താവാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ഞാൻ മൗനം പാലിച്ചാൽ പോരാ. ഇവിടെ പറയുന്നു, എല്ലാ നാവുകളും ഏറ്റു പറയണം. എല്ലാ നാവുകളും. അപ്പോൾ ഞാനും നിങ്ങളും യേശുവിനെ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, നിന്റെ നാവ് ഏറ്റു പറയണം. ഏറ്റു പറയുന്ന നാവുകൾ ആ സാത്താൻ കേട്ടിരിക്കണം. ഇന്ന വ്യക്തി യേശുവിനെ മാത്രം പ്രഘോഷിക്കുമ്പോൾ ആ വ്യക്തിയിലാണ് യേശുവിൻ്റെ ശക്തിയുള്ളത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ മാത്രം ഏറ്റു പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഏറ്റു പറയുന്നവർ മാത്രമേ സഭയുള്ളൂ. ദൈവം അംഗീകരിക്കുന്ന സഭ, സാത്താൻ അംഗീകരിക്കുന്ന സഭ. മനുഷ്യനിർമ്മിതമായ സഭകളുണ്ടായിരിക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില് 10,000 സഭകളുണ്ട്. പക്ഷെ യേശുവിനെ പ്രഘോഷിക്കുന്നത് ആരോ? അതാണ് സഭ. അതൊരു സഭയേ ഉള്ളൂ. അത് ആത്മീയ സഭയാണ്. ആ സഭയില് യേശുവാണ് അതിന്റെ ശിരസ്. നമ്മൾ ഓരോരുത്തരും ആ യേശുവാകുന്ന ശിരസിലെ ആ ശരീരത്തിൽ പെടുന്ന മറ്റ് അവയവങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും ആ യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകണോ? യേശുവിനെ മാത്രം പ്രഘോഷിക്കണം. യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടണം. അങ്ങനെയുള്ളവരിൽ മാത്രമേ യേശുവിൻ്റെ ശക്തി കാണത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പം യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും യേശുവിൻ്റെ നാമം ഉപയോഗിക്കാം. ഒരു തത്തയെ പഠിപ്പിച്ചാൽ തത്തയും യേശുവിൻ്റെ നാമം ഉപയോഗിക്കും. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിഞ്ഞും അറിയാതെയും യേശുവിൻ്റെ നാമം വിളിക്കാറുണ്ട്. ചിലപ്പോൾ ഭയം വരുമ്പോൾ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ. എന്നാൽ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കിട്ടുന്നതും രണ്ട് കാര്യമാണ്. വെറുതെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ അതിൽ ശക്തി ഇല്ല പ്രിയപ്പെട്ടവരെ. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും അത് ഉച്ചരിക്കാം. യേശുവിൻ്റെ നാമം ഒരു മന്ത്രം പോലെ ഉപയോഗിക്കാനുള്ളതല്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ വിദഗ്ധമായിട്ട് പഠിച്ചിട്ട് അതേക്കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ടും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കിട്ടണമെന്നില്ല.
ഒരു വലിയ ബൈബിൾ പണ്ഡിതൻ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് വളരെ മനോഹരമായി പഠിപ്പിക്കുന്നത് കേട്ടിട്ടും, അത് പഠിച്ചാലും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കിട്ടുന്നതും രണ്ടും രണ്ടാണ്. യേശുവിൻ്റെ നാമം, അതിൻ്റെ ശക്തി എനിക്ക് സ്വന്തമായിട്ട് ഒരു വെളിപാട് ലഭിക്കുവാൻ പോകുന്നില്ല. മറ്റൊരു വ്യക്തിക്ക്, എനിക്കോ നിങ്ങൾക്കോ യേശുവിൻ്റെ ശക്തിയുടെ കുറിച്ചുള്ള വെളിപാട് തരുവാൻ സാധിക്കത്തില്ല. എന്നാൽ ആ യേശുവിൻ്റെ ശക്തിയുടെ അല്ലെങ്കിൽ ആ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഈ പരിശുദ്ധാത്മാവായ ദൈവത്തിന് യേശുവിൻ്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്താൻ സാധിക്കും. അവിടെയും ഒരു മനുഷ്യനുമല്ല വെളിപ്പെടുത്തി തരുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയെ ഉപയോഗിച്ച് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ് ആ ശക്തിയെക്കുറിച്ച് ഒരു വെളിപാട് ലഭിച്ചവരിലൂടെ മാത്രമേ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി തരാൻ സാധിക്കത്തുള്ളൂ. ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടാതിരിക്കുവാനായിട്ട് നമുക്ക് തടസ്സം നിൽക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയിരിക്കുന്ന ലൗകിക വിജ്ഞാനം. ലൗകിക വിജ്ഞാനത്തിലൂടെ ഒരു മനുഷ്യനും ദൈവത്തെയോ യേശുവിനെയോ അറിയയില്ലെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കും. കാരണം ലൗകിക വിജ്ഞാനം ദൈവത്തിനുള്ളതല്ല. നമ്മൾ പിറന്നു വീണ സാത്താന്റെ ലോകത്തിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ലൗകിക വിജ്ഞാനം പൈശാചികമാണ്. അതുകൊണ്ട് ആ വിജ്ഞാനത്തിലൂടെ, അത് പൈശാചികമായതുകൊണ്ട് പൈശാചികമായ വിജ്ഞാനം, ലൗകികമായ വിജ്ഞാനം ഒരിക്കലും യേശുവിനെ കുറിച്ചോ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചോ നമുക്ക് വെളിപ്പെടുത്തി തരത്തില്ല. മറിച്ച് ആ യേശുവിൻ്റെ നാമത്തിനെതിരെ, ഈ യേശുവിൻ്റെ ശക്തിക്കെതിരെ ഉള്ള ചിന്തകളെ നമ്മളിൽ തരത്തുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും യേശുവിൻ്റെ നാമത്തിൽ ഇന്നും രോഗികൾ സൗഖ്യമാകുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കാത്തത്. ഇന്ന് പിശാചുക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിക്കളയുന്നത്, പിശാചിനെ പുറത്താക്കുവാനായിട്ട് ഒക്കെ പറയുമ്പോൾ പുച്ഛിക്കുന്നതിൻ്റെ കാരണം ലൗകികമായ വിജ്ഞാനം, പൈശാചികമായ വിജ്ഞാനം നമുക്കൊരിക്കലും യേശുവിൻ്റെ ശക്തി വെളിപ്പെടുത്തി തരത്തില്ല. ഇനിയും യേശുവിൻ്റെ ശക്തി എന്നിലൂടെ, നിങ്ങളിലൂടെ അത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി റിലീസ് ചെയ്യണമെങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് സഹായകമായ വിധത്തിൽ അത് ഞാനൊന്ന് റിലീസ് ചെയ്യണമെങ്കിൽ അവിടെ വിശ്വാസം ആവശ്യമാണ്. യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധി തരത്തിലുള്ള വിശ്വാസമല്ല. കഴിഞ്ഞ ടെലകാസ്റ്റിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വിശ്വാസം എന്താണെന്ന്. അപ്പം അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇനിയും പോകുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഫെയ്ത്ത്, ട്രസ്റ്റിംഗ് ഫെയ്ത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള സമ്പൂർണമായ സമർപ്പണം. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, നമ്മളുടെ ബുദ്ധിയും മനസ്സും, നമ്മുടെ ചിന്തകളും, നമ്മുടെ ആഗ്രഹങ്ങളും, നമ്മുടെ അഭിലാഷങ്ങളും, നമ്മുടെ ലൗകികമായ വിജ്ഞാനവും, സകലതും, നമ്മളുടെ തന്നെയായ ജീവിതം, നമുക്കുള്ളതും ദൈവം നമ്മളെ ഏൽപ്പിച്ച വ്യക്തികളും എല്ലാം യേശുക്രിസ്തുവിൻ്റെ തൃപ്പാദത്തെങ്കിൽ അടിയറ വെച്ച് അവരിൽ മാത്രം ആശ്രയിക്കുന്ന വിശ്വാസമാണ് വിശ്വാസം. ആ വിശ്വാസമുള്ള വ്യക്തിക്ക് അവന് ലഭിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശക്തി റിലീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടാകണമെങ്കിൽ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നതല്ല. ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യരുത് എന്നുള്ളത് മാത്രമല്ല. ചില ഡു ദിസ് ഡോണ്ട് ഡു ദാറ്റ്, ഡു ദിസ് ഡോണ്ട് ഡു ദാറ്റ്, അങ്ങനെയുള്ളത് അനുസരിക്കുന്നത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം. അടിസ്ഥാനമായിട്ട് അതിൻ്റെ അടിത്തറ യേശുക്രിസ്തുവാണ്.
യേശുക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹബന്ധമാണ്.